പ്രചാരണം കൊടുമ്പിരി കൊള്ളുമ്പോൾ കെ ശൈലജ ടീച്ചർ നമുക്കൊപ്പം ചേരുകയാണ്. ടീച്ചർ എത്ര ആത്മവിശ്വാസമാണ് നിലമ്പൂരിലെ? വളരെയേറെ ആത്മവിശ്വാസമുണ്ട്. കാരണം പുതിയ ഒരുപാട് ആളുകൾ ഞങ്ങൾക്ക് വോട്ട് ചെയ്യാത്തവരും സ്വരാജിന് അനുകൂലമായിട്ട് പ്രതികരിക്കുന്നുണ്ട്. സ്വരാജ് ഈ മണ്ഡലത്തിന്റെ MLA ആയി വരുന്നത് നിലമ്പൂരിന്റെ വികസനത്തിന് കുറെ കൂടി വേഗത കൂട്ടും എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. മറ്റൊന്ന്, ഇപ്പോഴത്തെ ഈ പുതിയ UDFന്റെ സമീപനം അതെല്ലാവരും ഒരു ആശങ്ക ഉളവാക്കിയിട്ടുണ്ട്. കാരണം വർഗീയ ശക്തികളെ കൂടെ നിർത്തിക്കൊണ്ടുള്ള അവരുടെ പ്രചരണം. അപ്പോൾ അതിലെല്ലാം പ്രതികരിക്കുന്ന ഈ നാട്ടിലെ ജനങ്ങൾ സ്വരാജിന് അനുകൂലമായി കൂടുതൽ പ്രതികരിച്ചുകൊണ്ടിരിക്കുകയാണ്. വടകരയുമായി എന്തെങ്കിലും സാമ്യം കാണുന്നുണ്ടോ നിലമ്പൂരിൽ? വടകരയുമായി ഒരു സാമ്യവും ഇല്ല. കാരണം വടകര പാർലമെന്റ് ഇലക്ഷനിലെ വോട്ടിംഗ് പാറ്റേൺ തികച്ചും വ്യത്യസ്തമാണ്. വടകരയിലെ ജനങ്ങൾ അന്ന് കരുതിയത് ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരാൻ ഒരുപക്ഷെ കോൺഗ്രസിന് ഒരു സീറ്റ് കൂടുന്നതായിരിക്കും ഗുണം ചെയ്യുക, BJPക്കെതിരായിട്ട് അവിടെ ഭരണം, അങ്ങനെയാണ് കോൺഗ്രസും പ്രചരിപ്പിച്ചത്. അപ്പോൾ ആ രീതിയിലാണ് അന്ന് വടകരയിലെ ജനങ്ങൾ പ്രതികരിച്ചത്. എന്നാൽ അസംബ്ലി ഇലക്ഷനിൽ ആ പാറ്റേൺ അല്ല. ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജയിക്കുകയും കേരളത്തിലെ LDFന്റെ ഭരണം കൂടുതൽ ശക്തമായി തുടരുകയും ചെയ്യണമെന്നാണ് ഇവിടുത്തെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. പക്ഷേ ഈ പ്രചരണ രംഗത്ത് വടകരയുമായി ഇപ്പോൾ വർഗീയ വിഷയങ്ങൾ ചർച്ചയാകുന്നു. മാത്രവുമല്ല കാഫിർ സ്ക്രീൻഷോട്ടിന് സമാനമായ ഒരു പരാതിയൊക്കെ. ഞാനൊരു കാര്യം പറയട്ടെ, ഞാനിതൊന്നും ഇപ്പം ആവർത്തിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ വടകരയിൽ ആ വൃത്തികെട്ട രീതിയിലുള്ള പോസ്റ്റ് ഇട്ടതിന് മുസ്ലിം ലീഗിന്റെ ഒരു പ്രവർത്തകനെ പിടികൂടുകയും കോടതി ശിക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് പത്രങ്ങളിലെല്ലാം വന്നതാണ്. ഈ കാഫിർ സ്ക്രീൻഷോട്ട് ഞങ്ങൾ ഉണ്ടാക്കിയതല്ല, മറ്റേത് ഞങ്ങൾ ഉണ്ടാക്കിയതല്ല എന്ന് പറയുന്നതിൽ ശരിയുണ്ടോ? ഞങ്ങളതൊന്നും ഇവിടെ പറഞ്ഞിട്ടില്ല കാര്യങ്ങൾ. ഈ കാന്തപുരം ഉസ്താദിന്റെ ലെറ്റർ പാഡ് കൃത്രിമമായി സൃഷ്ടിച്ചിട്ട് അതിനകത്ത് ശൈലജ ടീച്ചർക്ക് വോട്ട് ചെയ്യരുത് എന്ന് എഴുതിയിട്ട് പ്രചരിപ്പിച്ച് കുറെ കഴിയുമ്പോൾ മനസ്സിലായല്ലോ, അവര് നിഷേധിച്ചല്ലോ, കാന്തപുരം തന്നെ നിഷേധിച്ചല്ലോ, അത് ഞങ്ങൾ അങ്ങനെ ഇറക്കിയിട്ടില്ല. അത്തരത്തിലുള്ള എല്ലാ കളിയും ആ ടീം ഇവിടെയുണ്ട്. പക്ഷെ അവിടെ അത് കുറച്ചെങ്കിലും ആളുകൾ വിശ്വസിച്ചിട്ടുണ്ടാകാം. ഞങ്ങളും മനസ്സിലാക്കുമ്പോഴേക്ക് വൈകിപ്പോയിരുന്നു. വ്യാജ ID സൃഷ്ടിച്ചുകൊണ്ട് തന്നെ അത്തരം പോസ്റ്റ് ഇടുന്നത്. എന്നാൽ ഇവിടുത്തെ ജനങ്ങൾ അത് മനസ്സിലാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് വടകരയിൽ അവിടെ അറസ്റ്റ് ചെയ്യപ്പെട്ടവരിൽ, ശിക്ഷിക്കപ്പെട്ടവരിൽ യൂത്ത് ലീഗിന്റെ ഒരു പ്രവർത്തകന് കോടതി 15,000 രൂപ പിഴ വിധിച്ചു. പത്രത്തിൽ വാർത്ത വന്നതാണ്. അപ്പൊ അതിനിപ്പോ ഇവിടെ നടക്കും എന്ന് തോന്നുന്നില്ല. ജനങ്ങൾ അത് മനസ്സിലാക്കുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ ഈ പെട്ടി പരിശോധന, വാഹന പരിശോധന വിവാദമൊക്കെ ഉണ്ടാകുന്നു. ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിന്റെ വാഹനമാണ് പരിശോധിച്ചത്. അപ്പോൾ അവരെയാണോ അതേ ടീം? കെ രാധാകൃഷ്ണന്റെ പെട്ടി പരിശോധിച്ചത് നിങ്ങൾ അറിയാം. ഇലക്ഷൻ ടീം വരികയാണ്, ഞങ്ങളല്ല. ഇലക്ഷൻ കമ്മീഷന്റെ ടീം വന്നിട്ട് എല്ലാവരുടെയും ഏത് പാർട്ടി നോക്കാണ്ട് തൽക്കാലം വാഹനങ്ങൾ അവരുടെ പെട്ടി വാഹനത്തിനകത്തുണ്ടെങ്കിൽ പെട്ടി, ഇപ്പൊ ഞങ്ങളുടെ റൂമിൽ താമസിക്കുന്നത് കൊണ്ട് പെട്ടി വാഹനത്തിൽ വെച്ച് നടക്കാറില്ല. എന്നാൽ വാഹനം പരിശോധിക്കുമ്പോൾ പെട്ടി കണ്ടാൽ അത് തുറന്നു നോക്കുന്നുണ്ട്. കെ രാധാകൃഷ്ണന്റെ പെട്ടി തുറന്നു നോക്കിയല്ലോ, ഞങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. ഇവർക്ക് മാത്രം എന്താ പെട്ടി തുറക്കുമ്പം അതൊരു വല്ലാത്ത എന്തോ. ആര് വടകരയിലെ അതേ ടീം എന്ന് പറയുന്നത് അവർ തന്നെയാണോ സ്ഥാനാർത്ഥിയും? ഏത് ആര്? വടകരയിലെ അതേ ടീം തന്നെയാണ് നിലമ്പൂർ. അതിന് സമാനമായ ടീം എന്നാണ് ഞാൻ പറഞ്ഞത്. അതിന് സമാനമായ ടീം കേട്ടോ. താങ്ക് യു. എന്തായാലും ശൈലജ ടീച്ചറാണ്. വടകര ആയിരിക്കില്ല നിലമ്പൂർ എന്ന് പറയുന്നു. നിലമ്പൂരിലെ ജനങ്ങൾ എല്ലാം നേരത്തെ മനസ്സിലാക്കി തെരഞ്ഞെടുപ്പിൽ പ്രതികരിക്കുമെന്നതാണ് കെ ശൈലജ ടീച്ചർ പറയുന്നത്.